ജീവരക്ഷാ കരങ്ങളുമായി കേരളം ഒറ്റക്കെട്ടായി ചുരം കയറിയിട്ടുണ്ട്. പക്ഷേ വയനാടിന്റെ ആ വേദന സഹിക്കാനാവില്ല. നാടിനെ തുടച്ചു നീക്കി കുത്തിയൊലിച്ച മണ്ണ് സർവനാശം വിതച്ചാണ് പോയത്. മൂന്നാം പക്കവും രക്ഷാദൗത്യത്തിന് തടസ്സങ്ങളേറെയാണ്. മഴ ആരംഭിച്ചിരിക്കുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ മഴയാണ് ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തെയും അതുപോലെ തന്നെ ഈ താൽക്കാലിക പാലം ഒലിച്ചു പോകാൻ ഇടയായ സാഹചര്യത്തെയൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തെ അത് ബാധിച്ചിരുന്നു. രാവിലെ ഇറങ്ങുന്ന കോടയ്ക്ക് പോലും തണുപ്പില്ല. ആകെ ഒരു മരവിപ്പാണവിടം. ഓരോ മനുഷ്യന്റെയും സ്വപ്നങ്ങൾ തല്ലി തകർത്ത് പ്രകൃതിയുടെ സംഹാര താണ്ഡവം. കേരളം കാണാൻ ആഗ്രഹിക്കാത്ത വയനാട്. ഒരു കാലത്ത് കാഴ്ചകളുടെ പറുദീസയായ തേയിലത്തോട്ടം, ഇപ്പോൾ എങ്ങും മരണത്തിന്റെ ഗന്ധം വമിക്കുന്ന ഭൂമി. ചൂരൽമല മുതൽ മുണ്ടക്കൈ വരെ എല്ലാം ഓർമ്മ. ആരെയോ കാത്തിരിക്കുന്ന വളർത്തുമൃഗങ്ങൾ. മനുഷ്യനല്ലെങ്കിലും ഒരുപാട് ജീവനുകൾ ഇതുപോലെ നമ്മൾ കണ്ടിരുന്നു. ദുരന്തത്തിന്റെ ബാക്കിയായി ഇങ്ങനെ ഒറ്റപ്പെട്ടവരിൽ ഇവരും പെടും, ഈ ജീവികളും പെടും. ഇവിടെ കുറച്ച് വീടുകളുണ്ട്. അല്ല, വീടുകൾ ഉണ്ടായിരുന്നു. മണ്ണും പാറക്കൂട്ടങ്ങളും കൂടി ഇവിടം ദുരന്ത ഭൂമിയാക്കി. രക്ഷാപ്രവർത്തകർ ഒത്തുപിടിക്കുന്നുണ്ട്. സഹായത്തിനെത്തിയവരെ പോലും ഉരുൾപൊട്ടൽ കവർന്നു. ഞങ്ങൾ ഇവിടെ തരുണയിൽ കൂടുതൽ വലിയൊരു സങ്കടകരമായ ഒരു കാര്യം, ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും രക്ഷപ്പെടുത്താൻ ഓടിയിരുന്ന ഒരു പ്രജീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ അവിടെ നിന്ന് ഈ കുന്ന് കയറി വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും കുറെ ആളുകളെ രക്ഷപ്പെട്ടു. പക്ഷെ അയാൾ അപകടത്തിൽപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ സങ്കടം. എന്റെ സുഹൃത്താണ്. മൂടിപ്പോയ മണ്ണിനടിയിൽ ഉറ്റവരുണ്ട്. എന്നാൽ എത്ര പേർ ഇവിടെയുണ്ടെന്ന് കൃത്യമായ കണക്കില്ല. ഇടയ്ക്ക് ഓരോരുത്തരെയായി പൊതിഞ്ഞെടുക്കും. ചൂരൽമലയിലെ ഈ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്ന് ഇപ്പോൾ 4 മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നാളേക്കായി കരുതിയ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ അങ്ങനെ നാമാവശേഷമായി. ഉരുളിൽ തിമിർത്തൊഴുകുന്ന പുഴയെ വകഞ്ഞുമാറ്റി കൂടപ്പിറപ്പുകളെ തിരയുന്ന മനുഷ്യരെ നിങ്ങളാണ് ഹീറോ. ആരെന്നും എന്തെന്നും തിരിച്ചറിയാത്ത രൂപത്തിൽ മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ കുറേ പെട്ടികൾ നിരന്നു. അതിലെല്ലാം ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവരാണ്. ഏകദേശം 240ഓളം പേരെ ഇനിയും കണ്ടെടുക്കാനുണ്ട്, അല്ലെങ്കിൽ അവരെ കാണാതായിട്ടുണ്ട്. മിസ്സിംഗ് കേസുകളുണ്ട്. അതെ, ഇവിടെ ഒരു നാടുണ്ടായിരുന്നു, കുറേ മനുഷ്യരും. അടുത്ത് കടന്നിങ്ങനെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നോക്കും. അപ്പം വെറ്ററിനറി ഡോക്ടറെ കാണാൻ വേണ്ടി ശ്രമിക്കും. ഇനിയും കണ്ടെത്താനുണ്ട് 200-ലധികം മനുഷ്യജീവനുകളെ. പട്ടാള മേധാവി ഈ യോഗത്തിൽ അറിയിച്ചത് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുന്ന എല്ലാവരെയും രക്ഷിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആരും അവിടെ ബാക്കിയില്ല എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉന്നതതല യോഗം 4 മന്ത്രിമാരെ സ്ഥലത്ത് തുടരാൻ നിയോഗിച്ചു. മന്ത്രിമാരായ കെ രാജൻ, മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, OR കേളു എന്നിവർ നേരിട്ട് ദൌത്യത്തിന് നേതൃത്വം നൽകും. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം എത്തിയ രാഹുൽ ഗാന്ധി ചൂരൽമലയിലും ക്യാമ്പിലും ആശുപത്രിയിലും എത്തി. I remember what I felt when my father died, and here people have not just lost a father, they've lost the whole family, entire family, brother, sister, mother, father. So I know what I felt, and this is much worse than that. I think it's very clear that everybody who has been affected, who has been living in this area, most of them are saying that they don't want to go back and live in the same area because it's not the first time it's happened. മാതൃഭൂമി ന്യൂസ്, മേപ്പാടി.